അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പേളി മണീന്റെ സ്പെഷ്യൽ ഡിഷാണ്. പൊട്ടിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഇത് പൊട്ടുന്നില്ല. പിന്നെ ഇതാ ഈ കൈ നമ്മള് ഒരിക്കലും വിടരുത്, മെരിച്ചാൽ വിട്ടാ പിന്നെ നമ്മളെ എന്താ പറയാ ഫുള്ള് മറ്റേ ഷവർമ്മ എത്തുന്ന പോലെ എത്തേണ്ടി വരും. അതുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ അരിയ വിടേനാവുമ്പോ എങ്ങനെയെങ്കിലും പിടിച്ചേൽപ്പിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ എത്തിയാൽ പോയി. അപ്പൊ ഇതിങ്ങനെ ഷവർമ്മ മുറിച്ചിടുന്ന പോലെ മുറിച്ചിടണം. ഇനി വേറെ വഴിയില്ല. അപ്പൊ ഒന്നുകൂടി അടിച്ച് സോറി. ഇത് നിങ്ങള് ആരും അങ്ങനെ ഉപയോഗിക്കാത്ത സാധനമായിരിക്കും. ഇത് ഉമ്മ കണ്ടുപിടിച്ചത്. ചിക്കൻ ഇതിപ്പം അതൊന്നും സാരില്ല, എല്ലാവരും അറിയട്ടെ. ഇതാ ഉമ്മ കണ്ടുപിടിച്ച സാധനം. ഇതാ ചിക്കൻ പൊരിച്ചത്. ആരെങ്കിലും ഇടലുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇതാ ഷുഗറാ, സ്പെഷ്യൽ ഉമ്മാന്റെ സ്പെഷ്യൽ സീക്രട്ട് ഷുഗർ. ആരും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ട്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് പേളി മണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം, ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നതാ. ചിക്കനിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഉമ്മ മുറിച്ച് വെച്ചതാ. എനിക്കത് ചിക്കൻ മുറിക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും, നിങ്ങളെ സ്വന്തം കുക്ക് ഷെഫ് പിള്ളേർ. പിന്നെ നിങ്ങള് എൻ്റെ ക്യാപ്പ് കാണുന്നുണ്ടാവും, പിന്നെ ഇതെല്ലാം കാണുന്നുണ്ടാവും. ഞാന് ഒരു പ്രൊഫഷണൽ എന്താ പറയാ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രൊഫഷണൽ ടച്ചിലും വേണ്ട. അതുകൊണ്ട് ഇന്നലെ 3 മണിക്ക് ഇങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കണ്ട് ഇങ്ങനെ ഫുള്ള് ഉണ്ടാക്കിയതാ. അപ്പൊ ഈ റിസ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്കും ചെയ്തിട്ട് എന്തായാലും പ്ലീസ് ഒന്ന് ഒന്ന് തുടങ്ങിയേക്ക്. അപ്പോ ഇവിടെ ഉമ്മ ഇതെല്ലാം മുറിച്ചിരുന്ന. പിന്നെ സാധനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാല് പേര് നിന്മ പേര് ഓർമ്മ ഉണ്ട്. പക്ഷെങ്കില് ഞാൻ ഉണ്ടാക്കിയ പേര് ചിക്കൻ പത്തിൽ. ചിക്കൻ പത്തിൽ. ഇത് പേളി മണി ഉണ്ടാക്കിയ ഡിഷിന്റെ പേരെന്തോന്നു. പക്ഷെങ്കില് അത് പേരെന്താന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ ചിക്കൻ പത്തിൽ നിന്ന് ഇടുന്ന ഇതിന്. അപ്പൊ ഇതാ ചിക്കൻ ഇതെങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട്. പിന്നെ പേളി മണി ചിക്കൻ ഇട്ടിക്കില്ല അതില്. അത് വേറെ നോട്ട് ചെയ്യേണ്ട സാധനങ്ങൾ. ചിക്കൻ ഇട്ടിക്കില്ല. പക്ഷെങ്കിൽ നമ്മള് ഒരു ടേസ്റ്റിന് വേണ്ടി ചിക്കൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കന് വെറും മറ്റേ ഇതെല്ലാം ഉള്ള പൊട്ടലുള്ള എല്ലാ പീസും എടുക്കും. പിന്നെ നമ്മൾ ചെയ്യണ്ടേ, ഞാൻ വീഡിയോ കണ്ടിരിക്കുന്നേ പക്ഷെങ്കിൽ ഓക്കെ. ഞാൻ കയ്യേറ്റ് ഇനി നമുക്ക് കയ്യേറ്റ് കാണാം. സുഹൃത്തുക്കൾ, ഇതാ കയ്യെല്ലാം കയറ്റി വന്ന് നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്ത് വെക്ക്. ഇതാ ഇതല്ല ഈല പറയണേ. അപ്പൊ ഇങ്ങക്ക് എന്റെ കുക്കിംഗ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയണമ്മ. ബളമല്ല. ഈ വിനാഗിരി കൂട്ടിപ്പോയാലെന്താ പ്രശ്നമുണ്ടോ? അത് ആള് തട്ടിപ്പോവില്ലേ? ഇനി മിക്സാക്കനാ? അപ്പൊ ഇതിലേക്ക് കുറച്ച് മഞ്ഞളുടെ അളവ് ഉമ്മ ഇപ്പം പറഞ്ഞുതരൂ. ഓക്കെ അല്ല വേണ്ട, റിസ്ക് വേണ്ട. റിസ്ക്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച വേണ്ട. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച വാക്കായത് റെസ്കീസ് റസ്ക്. ഫുള്ളോ ഓക്കെ അല്ലേ? ഇതൊന്ന് അടുത്ത് ഓക്കെ അല്ല? അപ്പൊ 2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ അടുത്ത അതെല്ലാം നമ്മള് ചെയ്തോളൂ, നിങ്ങളെ ഇതാക്കല്ല. അടുത്ത
ഉപ്പ് ആ ഞാൻ കണ്ടുപിടിച്ച് പക്ഷെ എല്ലാം പറഞ്ഞിരിക്കുന്നു നമുക്ക് ഉപ്പിന് കണക്ക് തീരുന്നില്ല വേണോന്നാ ഓക്കെ ഇനി വേണോ ഇല്ല ഇടുമ്പോ പ്രൊഫഷണൽ വേണം കുറച്ചും കൂടെ വേണം ഇത്ര അല്ല അത് കിട്ടിയില്ല ഇനി വേണം പറയണ ഞാൻ മെല്ലെ മുട്ട മതിയാ ഓക്കെ അല്ലേ ഉപ്പ് കൂടിയ പ്രശ്നമാണ് കുറയ്ക്കാൻ പറ്റില്ല നമുക്ക് ഇതൊക്കെ ഞാനൊരു സംഭവം തന്നെ അല്ല അതൊന്നും വേണ്ട ഉമ്മ ഇന്നത്തെ കുക്കിംഗ് ഷോയില് ഉമ്മാന്റെ മുഖയെ കാണിക്കൂല ഓക്കെ ഇതാ ഇത് നിങ്ങള് ആരും അങ്ങനെ ഉപയോഗിക്കാത്ത സാധനമായിരിക്കും ഇത് ഉമ്മ കണ്ടുപിടിച്ചത് ചിക്കൻ ഇതിപ്പം അതൊന്നും സാരില്ല എല്ലാവരും അറിയട്ടെ ഇതാ ഉമ്മ കണ്ടുപിടിച്ച സാധനം ഇതാ ചിക്കൻ പൊരിച്ചത് ആരെങ്കിലും ഇടലുണ്ടാ ആരെങ്കിലും ഇടലുണ്ടെങ്കിൽ കമന്റ് ചെയ്യും ഇത് ഞാൻ ആകെ അങ്ങനല്ലേ അതേ വീഡിയോയിൽ എനിക്ക് നമ്മള് കുറെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇതാക്കിയുള്ള ഓർമ്മ ഉണ്ടാ വീഡിയോ കിട്ടില്ല പറയണേ ഇനി വേണം തെച്ചുണ്ട് അപ്പൊ കുറച്ച് ചിക്കൻ പൊരിച്ച മസാല നിങ്ങളെ നാട്ടിൽ ചിക്കൻ പൊരിച്ച മസാല കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നമ്മളെ നാട്ടില് ഏതെങ്കിലും പീടിക കിട്ടുള്ളൂ അവിടെ ചോദിച്ചതാ എന്നാ വെളുത്തുള്ളിയ അപ്പൊ ഇനി കുറച്ച് വെളുത്തുള്ളി ഉണ്ട് അപ്പൊ പണി കുറച്ച് കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഇന്നത്തോടെ മിക്കവാറും ഞാൻ നിർത്തേണ്ടി വരും ഇതെന്നെ ഫുള്ളോണാ പൊട്ടിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു ഞാൻ കാണിച്ചു തരാം ഇത് പൊട്ടുന്നില്ല ഇതായുണ്ട വെള്ളം ഇതായുണ്ടാ അന്നെ കിട്ടുന്നുണ്ടാ ഇല്ല ഞാൻ അങ്ങനെ എല്ലാം വേണ്ട ഇങ്ങനെ ഇതൊക്കെയാ പോരെ എന്താ അപ്പൊ നിങ്ങളല്ലോ എത്ര കൊല്ല 10-15 കൊല്ലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിതാ ഇവിടെ ഒരു 2-3 ദിവസമായിട്ട് ഈ കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇതാ അപ്പൊ ഇത് ഇനി എന്തായാലും നമുക്ക് വെളുത്തുള്ളി മുറിച്ചതിന്റെ കാണും ഇതെന്തായാലും കുറച്ച് പണിയുണ്ടോ അപ്പൊ ഇനി എന്താ വീഡിയോ കട്ടാക്കിയിട്ട് എല്ലാവരും ഉമ്മ മുറിച്ചേരുന്നതാണ് അപ്പൊ പിന്നെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഉമ്മ എനിക്ക് തീരെ ഇഷ്ടമല്ല സത്യം പറയാം നമുക്ക് വെളുത്തുള്ളി തൊടുന്ന തീരെ ഇഷ്ടമല്ല ഇത് അതെന്ന് വെച്ചാൽ നഖത്തിനുള്ളിൽ കയറിയിട്ട് അത് മണക്കുകയും ചെയ്യും അത് തിന്നലും ചെയ്യും പിന്നെ ഇതാ നമ്മള് അടുത്ത ഇതിടുന്ന കറിവേപ്പില ഇതാ കറിവേപ്പില കാണിച്ചെടുക്ക ഇതാ കറിവേപ്പില ഇടുന്നുണ്ട് പിന്നെ ഇതാ ഉമ്മ ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളി ഞാൻ ഉമ്മാനെ ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വെച്ചത് ഇപ്പൊ കയ്യുള്ള പൊച്ചലൊന്നും ഉണ്ടാവില്ലല്ലോ ഓക്കെ ഇത് ഉമ്മ അടുത്തൊന്ന് കാണിച്ചു കൊടുക്കില്ല ഇതൊന്ന് അടുത്തൊന്ന് കാണിച്ചു കൊടുക്കേ ചുവപ്പാർന്ന് നിക്കുന്നുണ്ടോ ഇപ്പം തന്നെ എത്തുന്നുണ്ടോന്നില്ല ഉമ്മക്ക് പറഞ്ഞാൽ ഉമ്മാക്ക് കോഴി ഇഷ്ടമല്ല ഉമ്മാക്ക് ഒരു ദിവസം ബീഫിൻ്റെത് ഞാൻ വേറെ ഒരു കുക്കിംഗ് ആയിട്ട് എന്തായാലും വരും നിലത്ത് പോയിട്ട് അപ്പൊ എന്തായാലും ഇതെല്ലാം ഒന്ന് മസാല പിടിപ്പിക്കട്ടെ ഇനി ഒന്ന് തന്നെ കാണിച്ചെടുത്തോ ഇനി ഇതൊന്ന് മസാല പിടിക്കട്ടെ എനിക്ക് ഒരു
2-3 മണിക്കൂർ, 2-3 1 മണിക്കൂർ കൊണ്ടൊന്ന് മസാല എല്ലാം ഇതായി ഒന്ന് കമ്മിയറായിട്ട് കുറച്ച് സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് വെത്താം. അപ്പൊ ഇനി അടുത്ത അടുത്ത വീഡിയോയിലല്ല, അടുത്ത ഉണ്ടാക്കുന്ന അടുത്ത ഇതിലേക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഇവിടെ ഉള്ളിയും പിന്നെ തക്കാളിയെല്ലാം മുറിച്ചിട്ട് ഉമ്മ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉമ്മ മുറിച്ചിട്ട് വെച്ചതാ. മല്ലിച്ചപ്പ്, പിന്നെ ക്യാപ്സിക്കോ, പിന്നെ പച്ചമുളക്, ഇത് 3ഉം, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇത് ഇറച്ചിയുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്റ്റാർട്ട്. ഇത് ഉള്ളി നമ്മൾ മുട്ട ആംപ്ലേറ്റിന് ഉണ്ടാക്കുന്ന അതേ സ്ലൈസിലായി നമ്മൾ മുറിക്കേണ്ടത്. അപ്പോ എന്താ എൻ്റെ അതിഭയാനകമായ മുറിക്കലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സൈഡ്. ഞാൻ എന്തായാലും വീഡിയോ അധികം ലോങ് ആക്കുന്നില്ല. ഞാൻ ഈ ഒറ്റ ഉള്ളി മാത്രം മുറിക്കുന്നത് മാത്രം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുപിടിച്ചു എങ്ങനെ മുറിക്കണ്ടേ സാധനം നോക്ക്. വാ വാവ് വാവ്, എന്താ ഇതെന്താ? ഇതാ ഉള്ളി മുറിച്ചിടൽ. കണ്ടിട്ട് എന്താ തോന്നുന്നേ? പിന്നെ നിങ്ങൾ ആരും ഒന്നും കൊണ്ട് വിചാരിക്കണ്ട, അത് അങ്ങനെ ഇടക്കിടക്ക് ഉപ്പ വരുന്നുണ്ട്, അതുകൊണ്ടാ പൂട്ടിയത്. അതുകൊണ്ടൊന്നും കൊണ്ട് വിചാരിക്കണ്ട. അതാ സാധനം കഴിഞ്ഞ്. പിന്നെ എന്തായാലും ഈ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് ചെയ്യട്ടെ, അതിന്റെ ലാസ്റ്റ് ആണ് നമുക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ മുറിച്ചതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയതാ, കുറച്ച് അധികം വണ്ണമുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ മുറിക്കരുത്. ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ മുറിച്ചാന്നേ. പാളയൊന്നുമല്ല. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് നമ്മള് ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ തുടങ്ങേണ്ടത്. എന്റെ ഫസ്റ്റത്തെ കുക്കിങ്ങിൽ ഒറ്റക്കുള്ള, അതുകൊണ്ട് ഫസ്റ്റ് മിസ്റ്റേക്ക് തുടങ്ങിയാൽ പിന്നെ വലിയ ഉയർച്ച ഉണ്ടാവും. ആവത്തില്ലടാ. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരും ഫസ്റ്റ് എന്തുണ്ടാക്കുമ്പോ ഒരു മിസ്റ്റേക്ക് ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്കൊരു പാഠം തരുന്നു. എല്ലാവരും മിസ്റ്റേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുക. ഇനി ഇത് ഞാനെന്തായാലും കട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇതെല്ലാം ഒന്ന് ചെറുതാക്കിയിട്ട് വരുന്നു. പിന്നെ ഇതെല്ലാം മുറിച്ച് കഴിയാനുണ്ട്. പിന്നെ ഇത് ഉമ്മ മുറിച്ചത് സ്പെഷ്യലായിട്ട് പറയാൻ പറഞ്ഞിട്ട് അതും കൂടി ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമ്മ താങ്ക് യു. അങ്ങനെ ഞാനിപ്പോ മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ഇതിന്റെ ടെക്നിക്ക് കിട്ടിയത് ഇതാ ആരും പഠിപ്പിച്ചില്ല. ഫസ്റ്റ് ഇങ്ങനെ ഓരോ കട്ട് ഇതാക്കുക. ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ ഇതാക്കിയേ, അത് വേണ്ട. ഇങ്ങനെ ഓരോ കട്ട് ഇതാക്കിയിട്ട് ഇവിടം വരെ ഒരു മുക്കാ ഭാഗത്തേക്ക് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു തന്നെ ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ പിടിക്കുക, പിടിച്ച് നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഇതാക്കിയിട്ട് പിന്നെ തിരിക്കുക. തിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ കൈ നമ്മൾ ഒരിക്കലും മരിച്ചാൽ വിട്ടാൽ പിന്നെ നമ്മളെ എന്താ പറയാ ഫുള്ള് മറ്റേ ഷവർമ്മ എത്തുന്ന പോലെ എത്തേണ്ടി വരും. അതുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ അരിയ വിടേനാവുമ്പോ എങ്ങനെ പിടിച്ചേൽപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ എത്തിരി പോയി. അപ്പൊ ഇതിങ്ങനെ ഷവർമ്മ മുറിച്ചിടുന്ന പോലെ മുറിച്ചിടണം. ഇന്ന് വേറെ വഴിയില്ല. അപ്പൊ ഇതാ ഞാന് കാണിച്ചതരാം ഇതെല്ലാം മുറിച്ചിട്ടാ. ഇത്രക്കാര് സാധനം അരിഞ്ഞി. എന്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് തിരിയും, ഞാൻ തീരെ കരിഞ്ഞിട്ടില്ല. കണ്ണ് കാണിച്ചെടുത്ത തീരെ കരിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇനി തക്കാളി മുറിച്ചിട്ട് ഇനി മുറിച്ചിട്ടിട്ട് നിങ്ങളെ അടങ്ങാറാക്കുന്നില്ല. ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോ തക്കാളി മുറിച്ചിടുന്നില്ല, ഉള്ളിയാ മുറിച്ചിടുന്നത്. ഓരോ ഷെഫിന്റെ ഓരോ നിങ്ങൾ ഗൈസ് ഇതാണ്ട എന്നെ അടങ്ങാറാക്കുന്നത്. അപ്പൊ ഇതിനോട് നിങ്ങൾ സമരം ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സമരം ചെയ്യണം. എല്ലാ കമന്റിലോട്ട് സമരം ചെയ്യും. ഇനി ഉയിക്കട്ടെ പറയാനേ, നമ്മള് ഇങ്ങോട്ട് എടുക്കൊന്നുമില്ല. ഫുൾ ചെയ്യട്ടെ.
അല്ല അങ്ങനല്ല മതിയാ. അപ്പൊ ഒരു പാനിന്റെ ഒന്ന് മുങ്ങിയ മാത്രമുള്ള ഒരു കുറച്ച് ഓയില് ഇതാക്കാം. പിന്നെന്നാ ഇത് ഇനിയിപ്പോ പൊട്ടിത്തെറിക്കൂലേ അമ്മയത്ത്? പോകുന്നുണ്ട്. യെസ് അടുത്ത് ഇത് എന്റെ മൊത്തീമൊക്കെ പൊട്ടിത്തെറിച്ച പിന്നെ തീർന്ന്. ഷെഫിന് ഇങ്ങനെല്ലാം ഉണ്ടോ? പിന്നെ ഇതെന്താ ഇത് പൊട്ടിത്തെറിച്ചല്ലേ? എന്താ എന്റെ കുക്കിംഗ് ഷോ? വാട്ട് ഈസ് ദിസ് ഗൈസ്? നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ എന്റെ കയ്യിൽ തന്നെ എന്റെ കയ്യിൽ സ്പൂണ് തന്നേ. അപ്പൊ ഇനി എന്തായാലും ഇത് ബേട്ടെ. പിന്നെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഫുള്ള് മുറിച്ചിട്ട് ഉമ്മ ലാസ്റ്റ് കറിയുന്ന 2 മുറിച്ച മതി. കിട്ടി. അപ്പൊ രാത്രിയിലെ മുട്ട ആംപ്ലേറ്റ് ഉള്ള എന്റെ സ്പെഷ്യല്. എന്റെ കൈപ്പുണ്യം ഉണ്ടോ? അപ്പൊ അപ്പൊ ഇനി എന്തായാലും ഇതെല്ലാം ഒന്ന് പൊരിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ചിക്കൻ പൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആൻഡ് സ്പൈസി ആൻഡ് ചില്ലി. എന്താ ഇതൊന്ന് ഒന്നിങ്ങനെ അടുത്ത് ഇങ്ങനെ തിന്നണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചൂടായോണ്ട് ഞാനൊന്നും ഇതാക്കുന്നില്ല. ഇതാ അപ്പൊ ഇത് ആയി. ഇനി അത് ഞാൻ കഴിത്തരാം. കഴിക്കാം. പിന്നെ ഇത് ഉള്ളി എത്ര എണ്ണോന്നൊന്ന് പറഞ്ഞോമ്മ. എന്റെ ഇതുണ്ടേ കൈപ്പുണ്യം എന്റെ ഉണ്ട്. ഉമ്മ ഇതാക്കുന്നില്ല. നമ്മളെ ബീരിയയിൽ മറ്റേ സ്പർശിക്കൂല അതേപോലെയാ. നേരെ ഉമ്മയുടെ കയ്യിലോട്ട് റേഡിയേഷൻ. അങ്ങനെ ഏകദേശം ഒരു 2 ഉള്ളി അല്ലേ? 2 ഉള്ളിയോളം ഇട്ടിട്ടുണ്ട്. എന്നെ കുറച്ച് ദൂരം നിന്ന് പിടിച്ചോ. എന്താ ഇനി ഇതൊന്നും വേണ്ട മസാല. ഇതൊന്നും ഇതെന്ത് ഉപ്പ് അപ്പൊ ഇത് ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉമ്മാന്റെ പേര് പറഞ്ഞു, ഞാനല്ല. ഇതൊന്നും ഗരം മസാല. പിന്നെ അടുത്തേ പെട്ടെന്ന് പോരട്ടെ. വെത്തെ ഇത് നോക്ക്, സാധനം തിരിഞ്ഞ് നോക്ക്. അല്ല തിരിഞ്ഞല്ല, എന്തെങ്കിലും നോക്ക് നിങ്ങള്. അപ്പൊ എന്തായാലും ഇത് ഇനിയൊന്നും ഇല്ലല്ലോ. ഇത് വാട്ടാനില്ല, ഇനൊന്നും ഏഡഡ് ആയിട്ടൊന്നും ഇല്ലല്ലോ സാധനം. ഇല്ലല്ലോ. ഒന്ന് ഓഫാക്കട്ടുമ്മ. അല്ല വീഡിയോ. ഇതെന്താ ഷുഗറാ? സ്പെഷ്യൽ ഉമ്മാന്റെ സ്പെഷ്യൽ സീക്രട്ട് ഷുഗർ. ആരും കണ്ടിട്ടില്ലല്ലോ. ഇതെങ്ങനെ ഇങ്ങനെ ആരും കണ്ടിട്ടില്ലേ? ഷുഗറല്ല പഞ്ചസാരയാണ് സാധനം. ചിക്കൻ പോയി ചാച്ചു അത് എനിക്കുള്ള എഴുതിക്ക്. കുരുമുളക് നല്ലോണം എരിഞ്ഞ് പുകയണം. അതാ നമ്മളെ ഇന്നത്തെ ലക്ഷ്യം. റോക്കി പോയി. അതൊക്കെ എടുത്തോ, ഉപ്പാനെടുത്തോ. ഉപ്പാനെടുത്തോ. പച്ചമുളക് ഇതാക്കി മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാം ഉണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫുള്ള് സ്പീഡ്. തക്കാളി എല്ലാം എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന? എന്താ പറ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈല് പറ. ഇതൊന്നും സാധനം ഒന്നും അറിയാവാ?
അതൊന്നും പറയാം. ചിക്കൻ ചിക്കൻ പോള. ചിക്കൻ പേളിമണി പോള. അങ്ങനെ അതന്നെ പോള പോള. അപ്പൊ ഇന്ന് ഞാൻ ഒന്ന് മാണ്ടാല. നിങ്ങൾക്കല്ല. ഇതിപ്പം തന്നെ ഒരു 2 ചപ്പാത്തിയുടെ എടുത്ത് പിടിക്കാൻ തോന്നില്ല. ചങ്ങായിമാർക്കാവും. നിങ്ങക്കില്ല. വിട്ടോ വിട്ടോ വിട്ടോ. അപ്പൊ ഇനി ഇത് ഇനിങ്ങനെ ആണ്ടേ. ഇനി എന്തായാലും ഇതൊന്ന് ഉമ്മാന്റെ ആട്ടയാണ് ആട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. ഇത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഒന്നും കൂടി അടിച്ച് സോറി. മതില്ലമ്മ. ഓക്കെ ഓടിക്കോ പെട്ടെന്ന് ഫ്രിഡ്ജിലുണ്ട് ചില്ലി ഫ്ലക്സിന്റെ പൊടി. ഇത് ഇരിക്കുന്ന കാണിച്ചു കൊടുത്ത് ഇതൊക്കെ. വാവ് ഇത് മറ്റേ നമ്മള് ക്രീമി അൽഫാം പോലെ ഇല്ലേ? അതുപോലെ ഇല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യും എന്തുപോലെ ഉണ്ട്. വാവ് ഇതിൽ കുറച്ച് കുറവാ. ഇല്ലെങ്കിൽ ഇതായിരിക്കല്ല. ഇത് നമ്മൾക്കാ. ഇത് നമ്മക്ക് അല്ല. ഇതച്ഛന് നമുക്ക് ചിരിയൊന്ന് കാണിച്ചെടുത്താ. ഇത് പിള്ളേർക്കൊരു ഭാഗമുണ്ട്. അത് ഇതങ്ങ ഒന്ന് എടുക്കും. നീ മൂടി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇതെല്ലാം ഏത് അല്ല അത് കുറച്ചതിന്റെ അല്ലേ? ഒന്നും അറിയാല് ചെറിയ. എന്തായാലും ഇതൊന്ന് ബേട്ട് നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ഇനി ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ എന്താ സംഭവം? ചില്ലിന്റെ ഈ ഉള്ളിലുള്ള ഇതല്ല, കുരുവല്ല ഇത്. ഏത് വീഡിയോ ഉണ്ട്. അങ്ങനെ ഒന്നിലിട്ട് പിന്നെ അടുത്തേല് അപ്പൊ എന്തായാലും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ സാധനം റെഡി ആയിട്ടുണ്ട്. കാണുന്നില്ലേ? ഇത് പിള്ളേർക്ക് ഞാന് അന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഒരാഴ്ച കൊണ്ട് പിള്ളേർക്ക് നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആ സാധനം ഇത്. പിന്നെ പിള്ളേരുടെ റിയാക്ഷനും പിന്നെ ഈ നമ്മളെ പുറക്കത്തെ ആൾക്കാരുടെ റിയാക്ഷനിലോ തിന്നിട്ടുള്ള റിയാക്ഷന് ഞാനത് വേറെ വീഡിയോയിലാക്കും. ഇതാക്കിയാല് നമുക്ക് പിന്നെ കണ്ടന്റ് കുറഞ്ഞു. അതുകൊണ്ട് വേറെ കണ്ടന്റിന് വേണ്ടിട്ട് ബുദ്ധി അപ്പോ സാധനം റെഡി ആക്കണം. എനിക്ക് ഇപ്പൊ തന്നെ തിന്നാൻ പൂതിയാവുന്നുണ്ട്. ഇതാ ഇളക്കുന്ന സൗണ്ട് കേട്ടിട്ട് നമുക്കത് പണിയല്ലേ? അത് കണ്ടാൽ അത് മതി. ഈ ഉമ്മാന്റെ ഒരു പങ്കുമില്ല. ഇത് മൊത്തം എന്റെ പങ്ക് മാത്രം കേട്ടാ. ഈ ക്രെഡിറ്റ് ഉമ്മാക്കൊന്നുമില്ല. അപ്പൊ എന്തായാലും വീഡിയോ എന്തായാലും ഞാൻ ചിക്കൻ കൂട്ടൂല. ഉമ്മ എന്തായാലും ചിക്കൻ കൂട്ടില്ല. അതുകൊണ്ട് ഉമ്മക്ക് കൊടുക്കൂല. പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് കാണിച്ചിട്ട് വീഡിയോ നിർത്തുന്ന കണ്ടില്ല സാധനം നോക്കി കാണിച്ചെടുത്ത. അതന്നെ തിന്നാൻ പുതിയത്. അപ്പൊ ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ എന്തായാലും ഇതിന്റെ റിയാക്ഷനിൽ എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണും. അപ്പോ ബൈ. ഇനി നാളെ കാണാം.